ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഈ സാഹചര്യത്തിലാണ് വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് രംഗത്തെത്തിയതും. തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടക്കുന്നുവെന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തകർക്കപ്പെടുന്നുവെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ നീക്കം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ചില തിരഞ്ഞെടുപ്പുകളിൽ നടന്ന ക്രമക്കേടുകളാണ്. വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും വ്യാജ വോട്ടർമാരുടെ പേരുകൾ ചേർക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു. ഇത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുമെന്നും നീതിയുക്തമായി തിരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൂടാതെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും വോട്ട് ചെയ്യിക്കുന്നതും വോട്ട് അസാധുവാക്കുന്നതും വ്യാപകമായി കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടർമാരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഈ പ്രവണത ജനാധിപത്യത്തിന് കളങ്കമാണ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നതായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ പോരാട്ടം നടത്താൻ പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതീവ ഗൗരവത്തോടെയാണ് സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ നേരിട്ട് ബാധിക്കുന്നതാണ്. ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനും നോട്ടീസ് അയച്ചു. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ്. എന്നാൽ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ നിർണായകമാണ്. കോൺഗ്രസിന് അവരുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതേസമയം ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാതെ വന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയായേക്കാം. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയുടെ പരീക്ഷണം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വോട്ടിൽ യുദ്ധമോ എന്നത്. തിരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ പ്രക്രിയയാണോ അതോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടമാണോ എന്ന സംശയം ഇത് സൃഷ്ടിക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസ് വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുമ്പോൾ മറുവശത്ത് അവർക്ക് ആരോപണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യതയുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അവർ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതും വളരെ നിർണായകമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങൾ ജനാധിപത്യത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇത് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും കാരണമായേക്കാം. ഈ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാതെ വന്നാൽ അത് കോൺഗ്രസിനും തിരിച്ചടിയാകും. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വോട്ട് കൊള്ളയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല. വോട്ടിംഗ് യന്ത്രങ്ങളിലെ ക്രമക്കേടുകൾ, വോട്ടർ പട്ടികയിലെ പേരുകൾ നീക്കം ചെയ്യൽ, വ്യാജ വോട്ടർമാരെ ചേർക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പോരാട്ടം പ്രഖ്യാപിച്ചത് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വിഷയം വെറും ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അവരുടെ തീരുമാനമായിരിക്കും ഈ വിഷയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്.